ഏവർക്കും ലെയിൻസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. PSC മുൻപുള്ള ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നീ ക്ലാസ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് PSC ഏതൊക്കെ മേഖലയിൽ നിന്നാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? എന്താണ് ചോദ്യം? 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. അപ്പം PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗം ഏതാണ്? ബ്രിക്സ് ഉച്ചകോടി ചോദിക്കാറുണ്ട്. അപ്പൊ 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ. അപ്പൊ എന്താണ് രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ റിയോ ഡി ജനീറോയാണ്. അപ്പൊ റിയോ ഡി ജനീറോ എന്താണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണേത്? റിയോ ഡി ജനീറോ. നമുക്കിനി അടുത്ത ക്ലാസ് നോക്കാം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം എന്താണ്? ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്നത് ഏത് രാജ്യത്താണ്? നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പൊ ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഒന്നുകൂടി നോക്കാം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ചോദ്യം നോക്കിയാലോ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? എന്താണ് ചോദ്യം? നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. പ്രത്യേകം ഓർക്കുക, നീതി ആയോഗിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ. അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഓർക്കുക, നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ഇപ്പോൾ ആരാണ്? സുമൻ ബെറിയാണ്. സുമൻ ബെറിയാണ്. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരുപാട് നികുതികൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം എന്താണ്, നമ്മൾ വാർത്ത കേട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്കത് നോക്കാം. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 50%. പഠിക്കാൻ എളുപ്പമാണ്. എന്താണ്? എത്ര ശതമാനമാണ്? 50%. അപ്പോൾ ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. എത്ര ശതമാനമാണ്? 50%. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഒരുപാട് പരീക്ഷകളിൽ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരാഖണ്ഡാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി? ജനറൽ അനിൽ ചൗഹാനാണ്. ജനറൽ അനിൽ ചൗഹാനാണ്. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ്. മറന്നു പോകരുത്. ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി? ജനറൽ അനിൽ ചൗഹാനാണ്. ജനറൽ അനിൽ ചൗഹാനാണ്. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ നിഴൽ പദ്ധതിയാണ്. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. രാത്രിയിലല്ലേ നിഴലുണ്ടാകുന്നത്. അപ്പൊ എന്താണ്?
സ്ത്രീകൾക്ക് പോലീസ് സഹായം, ഒരു നിഴല് പോലെ സ്ത്രീകൾക്ക് പോലീസ് സഹായം എന്ന് ഓർത്തു വെക്കുക. ഇപ്പം രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരെന്താണ്? നിഴൽ പദ്ധതിയാണ്. അപ്പം നിഴൽ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? നിഴൽ പദ്ധതി. അപ്പം എന്താണ്? രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ നിഴൽ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ്. ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ നിഴൽ പദ്ധതിയാണ്. ഏതാണ്? നിഴൽ പദ്ധതിയാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ്. നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ്. എന്നൊരു ഓർത്ത് വെക്കുക. നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നമ്മുടെ സംസ്ഥാനത്തെയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ്. ആരാണ്? KV മനോജ് കുമാർ ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 എന്നാണ്? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. അപ്പം എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2. ആ ഒരു സമയങ്ങളിൽ നടത്തുന്ന പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലോക തണ്ണീർത്തട ദിനം. അപ്പോൾ അതെന്നാണ്? ഫെബ്രുവരി 2. അപ്പോൾ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ KV മനോജ് കുമാർ ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. അതുപോലെ തന്നെ എന്താണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KV മനോജ് കുമാർ ആണ്. അതുപോലെ തന്നെ ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വയോജന സംരക്ഷണമാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വയോജന സംരക്ഷണമാണ്. വയോജനങ്ങൾ നമ്മളെ നോക്കി എപ്പോഴും മന്ദഹസിക്കുന്നു എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വയോജന സംരക്ഷണമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പം കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വയോജന സംരക്ഷണമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. അപ്പം കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കൊല്ലം ജില്ലയാണ്. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? മോസ്ക്യുറെക്സ് ആണ്. ഏതാണ്? മോസ്ക്യുറെക്സ് ആണ്. അപ്പം 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ എന്നാണ്? 2021 എന്ത് തടയുന്നതിനായി? മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതെന്നാണ്? മോസ്ക്യുറെക്സ് ആണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. മലേറിയ പരത്തുന്നത് ആരാണ്? കൊതുകാണ്, മൊസ്കിറ്റോസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എന്ത് പഠിക്കാം? മോസ്ക്യുറെക്സ് പഠിക്കാം. അപ്പം എന്താണ്? മൊസ്കിറ്റോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം എന്താണ്? മോസ്ക്യുറെക്സ് ആണ്. അപ്പം 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മോസ്ക്യുറെക്സ് ആണ്. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ബെറിബെറിയാണ്. ഈ ചോദ്യങ്ങളുടെ ഇടയിൽ വന്നൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് ബെറിബെറിയാണ്. അത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ബെറിബെറി. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ വഴി തടയുവാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്ക്യുറെക്സ് ആണ്.
താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ ബെറിബെറിയാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ചെയർമാൻ? വി നാരായണനാണ്. അപ്പൊ ISROയുടെ അല്ലെങ്കിൽ ഇസ്രോയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ വി നാരായണനാണ്. വി നാരായണനാണ്. ഇപ്പൊ 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതായിരുന്നു? മോസ്കുറെക്സ് ആയിരുന്നു. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ബെറിബെറിയാണ്. ഇസ്രോയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ വി നാരായണനുമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? എത്രാമത്തെയാണ്? 60ാമത്തെ വാർഷികമാണ്. എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ. അപ്പൊ മതിലുകൾ എന്ന നോവൽ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ 60ാമത്തെ വാർഷികമാണ്. എത്രാമത്തെയാണ്? 60ാമത്തെ വാർഷികമാണ് ആചരിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്താദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം? എന്താണ് ചോദ്യം? ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഏതാണ്? ജർമ്മനിയാണ്. അപ്പൊ ചോദ്യം എന്താണ്? ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഏതാണ്? ജർമ്മനിയാണ്. അപ്പൊ ചോദ്യം ഒന്നും കൂടി നോക്കാം. ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. എന്താണ്? ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദാണ്. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ്. അപ്പൊ എന്താണ്? ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഹൈദരാബാദിലുമാണ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1, 2, 4 അപ്പൊ എന്താണ്? ആനോ. ഒരു കൃതി ഏതാണ്? ആനോ ആണ്. രണ്ടാമത്തെ ഏതാണ്? ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അപ്പൊ ആനോ ഉണ്ട്, ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയുണ്ട്, അതുപോലെ തന്നെ എന്താണ്? ആരോഹണം ഹിമാലയം. ഈ 3 കൃതികൾക്കുമാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ലഭിച്ചിട്ടുള്ളതാണ്, അല്ലാതെ ധാരാളം കൃതികൾക്ക് കിട്ടിയിട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്നവയിൽ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയാണ്? ആനോ ഉണ്ട്, അതുപോലെ തന്നെ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയുണ്ട്, അതുപോലെ തന്നെ പിന്നെന്താണ്? ആരോഹണം ഹിമാലയം. അതിനകത്ത് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തതാണ് എന്ത്? ആനോ എന്ന് പറയുന്നത്. ആനോ എന്ന് പറയുന്നത് എന്താണ്? മികച്ച നോവലാണ്. GR ഇന്ദുഗോപനാണ് ആനോ എഴുതിയത്. അപ്പൊ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് എന്തിനെയാണ്? ആനോയെയാണ്. അതാരാണ് എഴുതിയത്? GR ഇന്ദുഗോപൻ. ആരാണ്? GR ഇന്ദുഗോപനാണ്. ഗിരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്രയാണെങ്കിലോ മികച്ച ചെറുകഥയാണ്. മികച്ച ചെറുകഥയാണ് ഇത് ഗിരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്ര. അതെഴുതിയത് ആരാണ്? വി ഷിനിലാലാണ്. അപ്പൊ മികച്ച ചെറുകഥയാണ് ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അതെഴുതിയത് വി ഷിനിലാലാണ്. ആരാണ്? വി ഷിനിലാലാണ്. യാത്രാവിവരണം, മികച്ച യാത്രാവിവരണമാണ് ആരോഹണം ഹിമാലയം. അപ്പം മികച്ച യാത്രാവിവരണമാണ് ഏത്? ആരോഹണം ഹിമാലയം. അതെഴുതിയത് KR അജയനാണ്. ആരാണ്? KR അജയനാണ് ആരോഹണം ഹിമാലയം എഴുതിയത്. അതുപോലെ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക, മികച്ച കവിത അത് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. മികച്ച കവിത ഏതായിരുന്നു?
മുരിങ്ങ വാഴ കറിവേപ്പാണ്. എന്താണ്? മുരിങ്ങ വാഴ കറിവേപ്പ് എന്നതാണ് മികച്ച കവിത. അത് എഴുതിയത് ആരാണ്? അനിത തമ്പിയാണ്. ആരാണ്? അനിത തമ്പിയാണ്. അപ്പൊ മികച്ച നോവലാണ് ഏത്? ആനോ. അത് എഴുതിയത് ആരായിരുന്നു? GR ഇന്ദുഗോപനാണ്. ചെറുകഥ ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ചെറുകഥ ഏതായിരുന്നു? ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയായിരുന്നു. അത് എഴുതിയത് V ഷിനിലാലാണ്. മികച്ച യാത്രാ വിവരണം ഏതായിരുന്നു? ആരോഹണം ഹിമാലയമായിരുന്നു. അത് എഴുതിയത് ആരായിരുന്നു? KR അജയനാണ്. മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത് മുരിങ്ങ വാഴ കറിവേപ്പാണ്. അത് എഴുതിയത് ആരാണ്? അനിത തമ്പിയുമാണ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ആരാണ്? PR ശ്രീജേഷ് ആണ്. അപ്പൊ 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ്? PR ശ്രീജേഷ് ആയിരുന്നു. ഏത് കായിക ഇനത്തിലായിരുന്നു PR ശ്രീജേഷ്? ഹോക്കി ആയിരുന്നു. അപ്പം 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ആരാണ്? PR ശ്രീജേഷ് ആണ്. പത്മഭൂഷൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ്? അമൻ സെഹ്റാവത്താണ്. ആരാണ്? അമൻ സെഹ്റാവത്താണ്. ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ഈ അവാർഡ് കിട്ടുന്നത്. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. അപ്പം അമൻ സെഹ്റാവത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ലഭിക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അമൻ സെഹ്റാവത്താണ്. ആരാണ്? അമൻ സെഹ്റാവത്താണ്.